നമസ്കാരം. ബ്രിട്ടനിലെ കെൻറ്റിൽ സൈനിക ക്യാമ്പിന് സമീപം സൈനികനെ കുത്തി പരിക്കേൽപ്പിച്ച് അജ്ഞാതൻ. ഏതാണ്ട് 40 വയസ്സോളം പ്രായമുള്ള സൈനികനെ അതീവ ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എയർ ആംബുലൻസ് എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പേര് മറ്റു വിശദാംശങ്ങളും ഇനിയും സൈന്യം പുറത്തുവിട്ടിട്ടില്ല. ഇദ്ദേഹത്തെ ആക്രമിച്ച അജ്ഞാതനായ അക്രമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 24 വയസ്സുള്ള ഒരു യുവാവ് പോലീസ് പിടിയിലായി എന്നും സൂചനയുണ്ട്. ഒരു ചുവന്ന മോപ്പേഡിലെത്തിയ അക്രമി സൈനിക ക്യാമ്പിന് സമീപം യൂണിഫോം ധരിച്ച് നടന്ന് വരികയായിരുന്ന സൈനികന് നേർക്ക് 2 കത്തികൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. തുടർന്ന് ഏറ്റവും ഭീകരമായ കാഴ്ച, ഇയാൾ ഈ കത്തിയിലെ രക്തം ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നക്കി കുടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇയാളൊരു മാനസികമായി എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ എന്ന് സംശയമുണ്ട്. അതോ തീവ്രവാദ ബന്ധമാണോ ഇയാൾ ഇതിന് പ്രേരിപ്പിച്ചത് എന്നറിയില്ല. എന്താണെങ്കിലും തുടർന്ന് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. സൈനികനെ ആക്രമിച്ച പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ആർക്കും അറിയില്ല. സൈനികർ താമസിക്കുന്ന ക്യാമ്പ് തന്നെ ആയിരുന്നതിനാൽ പരിക്കേറ്റ സൈനികൻ്റെ ഭാര്യ ഓടിയെത്തിയെങ്കിലും ഈ അക്രമി അവർക്ക് നേരെ തിരിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പിന്നീടാണ് പോലീസ് മറ്റു സംഭവ സ്ഥലത്തെത്തുകയും പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇയാൾ സൈനികനെ കുത്താൻ ഉപയോഗിച്ച കത്തി എന്തിനാണ് പരസ്യമായി നക്കി അതിലെ ചോര കുടിച്ചത് എന്നുള്ളതും പോലീസിന് സംശയാസ്പദമായ ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്തരം ഒരു കടുംകൃത്യം ചെയ്തത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളൊരു ജാക്കറ്റ് ധരിച്ച് മുഖം മാസ്ക് വെച്ച് മറച്ച നിലയിലായിരുന്നു അക്രമി. അതുകൊണ്ട് തന്നെ ഇയാൾ ആരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആർക്കും തന്നെ കഴിഞ്ഞതുമില്ല. ഇയാളുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവം കാണുമ്പോൾ പരിസരവാസികൾ ഓർക്കുന്നത് കുറേ നാൾ മുമ്പ് ലേ റഗ്ബി എന്നൊരാളിനെ 2 പേർ ചേർന്ന് വധിച്ച സംഭവമാണ്. മൈക്കൽ അബേദോ ലാജോ, മൈക്കൽ അബേദോ വാലെ തുടങ്ങിയ 2 ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽപ്പെട്ട വ്യക്തികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ അന്ന് പ്രവർത്തിച്ചത്. സൈനികന് മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആണ് കുത്തേറ്റിട്ടുള്ളത്. 2 കത്തികൾ ഉപയോഗിച്ചാണ് ഇയാൾ ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഏറെ ദുരൂഹത ഉണ്ടാക്കുന്ന ഒന്നാണ്. അക്രമത്തിനിരയായ സൈനികൻ ജോലി ചെയ്തിരുന്നത് കെൻറ്റിലെ തന്നെ ബ്രോംപ്ടൺ സൈനിക ക്യാമ്പിലാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക പരിശീലന കേന്ദ്രവും എഞ്ചിനീയറിംഗ് യൂണിറ്റിൻ്റെയൊക്കെ ആസ്ഥാനമാണ് ഇവിടം. ഇവിടെ എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇയാൾ എങ്ങനെയാണ് വന്നെത്തിയതെന്നും ആക്രമിച്ചതെന്നുള്ളതിനെക്കുറിച്ചെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അക്രമത്തെ തുടർന്ന് ക്യാമ്പിലുള്ള സൈനികരോ അവരുടെ കുടുംബാംഗങ്ങളോ പുറത്തു പോകുന്നത് പോലീസ് വിലക്കിയിരുന്നു. പിന്നീട് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായതിനു ശേഷമാണ് പോലീസ് ഈ സൈനികരെയും ക്യാമ്പിലുള്ള മറ്റവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ പുറത്തു പോകാൻ അനുവദിച്ചത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ കത്തി ആക്രമണങ്ങൾ, ഫ്രാൻസിലാണെങ്കിലും അതുപോലെ ജർമ്മനിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് പലപ്പോഴും ഏതെങ്കിലും പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് അടിമയായി മാറിയ വ്യക്തികളാണ് എന്നുള്ളതാണ് സൂചന. മറ്റു ചിലരാകട്ടെ മാനസികമായി സമനില തെറ്റിയവരോ മറ്റായിരിക്കാം. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം എന്നുള്ളൊരവസ്ഥയാണ് പല പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും വലിയ നഗരങ്ങളിലുള്ളത്. പാരീസിലും ജർമ്മനിയിലും ഒക്കെ തന്നെ നമ്മളത് പല പ്രാവശ്യം കണ്ടതുമാണ്. അപ്പോൾ ഏതായാലും ഈ അക്രമിയെ പിടികൂടി എന്ന് ഏതാണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും ഇയാളുടെ പേര് വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഈ അക്രമി 24 വയസ്സുകാരനാണെന്ന് ചില സൂചനയുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ഇനി യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. ബ്രിട്ടനിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ കൂടി വരുന്നത് ജനങ്ങളെ തീർത്തും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങൾ, അത് ഗാസയൊക്കെ പോലുള്ള വിഷയങ്ങളിൽ ചില ആളുകളൊക്കെ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിൽ നാട്ടുകാരെ, തദ്ദേശീയരായ ജനങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണെങ്കിലും ഈ അന്വേഷണം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് ഏതെങ്കിലും തീവ്രവാദ ബന്ധമുണ്ടോ, എന്താണ് ഇതിൻ്റെ പിന്നിലെ ഇയാളെ ഈ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്.